നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂരമ്പലത്തിൽ പോയ 2-3 വീഡിയോസ് ചെയ്തിരുന്നു. അതിന് നല്ല പ്രതികരണമാണ്. എന്ന് വെച്ചാൽ മെസ്സേജസ് ഒന്നും വന്നൊന്നല്ല, പക്ഷേ ആൾക്കാരത് നന്നായിട്ട് കാണുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആൾക്കാർക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 തവണ ക്യൂ നിൽക്കാതെ തൊഴുതതിനെക്കുറിച്ച് നിങ്ങളോട് എല്ലാ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് ഓരോന്നായിട്ട് ഞാൻ ഓരോ വീഡിയോയിൽ പറയും. ആദ്യം എനിക്ക് കിട്ടിയത് അവിടെ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ആൾ, അദ്ദേഹം എക്സ് സർവീസാണ്. അദ്ദേഹത്തിന് അവിടെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ജോലിയുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ എക്സ് സർവീസ്മാനെ അങ്ങനെ അവിടെ നിയമിക്കാറുണ്ട്, അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വഴി ഞങ്ങൾക്ക് വൈകുന്നേരം ഈ പറഞ്ഞ പോലെ അവിടുത്തെ സ്റ്റാഫിൻ്റെ കോട്ടായിൽ ഞങ്ങൾക്ക് തൊഴാനുള്ള അവസരം കിട്ടി, ക്യൂ നിൽക്കാതെ. അതായത് 1000 രൂപ കൊടുത്ത് നെയ്വിളക്കിന് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കതിന് സ്പെഷ്യൽ ക്യൂ ആണ്, ഒരു ചെറിയ ക്യൂ ആണ്, അതിൽ കൂടെ നമുക്ക് കയറി തൊഴാം. അത് സാധാരണക്കാർക്കെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. 1000 രൂപയുടെ ഒരു നെയ്വിളക്കിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കുക, കൗണ്ടറിൽ പോയി ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ആ നെയ്വിളക്കിൻ്റെ മാത്രമായിട്ടൊരു ക്യൂ ഉണ്ട്, ചെറിയൊരു ക്യൂ ഉണ്ട്. കിഴക്കേനടയിൽ തന്നെ അകത്ത് നമ്മളതിപ്പം ആ സൈഡിൽ കൂടെയുള്ള കിഴക്കേനടയിൽ ഒരു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടല്ലോ, ആ വഴി അകത്തോട്ട് കയറിയിട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ നടയിൽ കൂടെ കയറിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കയറിപ്പാം. ക്യൂ നിന്ന് കയറണം എന്നില്ല. ഇതുവഴിയാണെങ്കിലും നമ്മൾ അമ്പലത്തിനകത്ത് പ്രവേശിച്ചതിന് ശേഷം അവിടെ ഈ പറഞ്ഞ നെയ്വിളക്കിൻ്റെ ക്യൂ ഉണ്ട്. അവിടെ സെക്യൂരിറ്റികളൊക്കെ കാണും. അവരോട് ചോദിച്ചാൽ ആ ക്യൂ കാണിച്ചു തരും. അവിടെ ചെന്ന് നമുക്ക് ക്യൂ ഇല്ലാതെ തൊഴാം. പിന്നെ 70 വയസ്സിനൊക്കെ മുകളിലുള്ളവർക്ക് സ്പെഷ്യലായിട്ട് അത് നമ്മൾ കാർഡൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മൾ 70 വയസ്സിന് മുകളിലാണ് എന്നൊക്കെയുള്ള, അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ കാണിക്കുന്നത് കൊടുത്താൽ നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ, അതായത് നമ്മുടെ കൊടിമരത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് അകത്ത് കയറാനുള്ള സൗകര്യങ്ങൾ ഒരുപാട് പേര് വീൽ ചെയറിലൊക്കെ വന്ന് കയറുന്നത് ഞാൻ കണ്ടു. കാരണം അവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ വന്ന് തൊഴാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നെയ്വിളക്കിന് ടിക്കറ്റ് എടുക്കുക എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അവിടെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഈ പറഞ്ഞ പോലെ അവർക്കൊക്കെ മടുപ്പാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ. ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ ആൾക്കാർ, ഈ ഗുരുവായൂരമ്പലം എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്പലമായതുകൊണ്ട് ചിലരൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ പക്ഷേ അങ്ങനെയൊക്കെയുള്ളവർ ബുദ്ധിമുട്ടിപ്പിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് ഞങ്ങളുടെ അയൽവക്കക്കാരൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ സന്തോഷമായിരുന്നു. പുള്ളിക്കും വളരെ സന്തോഷമായിരുന്നു. ചെല്ലുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ചെല്ലുന്നു, പുള്ളിക്കും സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ സൗകര്യപൂർവ്വം ഞങ്ങൾക്ക് കയറി തൊഴാനുള്ള അവസരം കിട്ടി. അതാണ് ഒരു രീതിയിൽ ഞങ്ങൾ തൊഴുതു. വൈകുന്നേരത്തെ ഞങ്ങളുടെ ദർശനം അങ്ങനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ 1000 രൂപയുടെ നെയ്വിളക്കിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ആ ക്യൂ കൂടെ കയറുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു അതായത് ഈ പറഞ്ഞ പോലെ സ്റ്റാഫിൻ്റെ കോട്ടായ്ക്കകത്ത് കയറാം, അതുപോലെ നെയ്വിളക്കിട്ട് അത് ഒരേ ക്യൂ ആണ്, അതിനകത്തൂടെ നമുക്ക് കയറി തൊഴാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരെ ബുദ്ധിമുട്ട്, അതായത് ക്യൂ നിന്ന് തൊഴാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഈ ഇതിലേതെങ്കിലുമൊക്കെ അവലംബിച്ചാൽ നിങ്ങൾക്ക് ക്യൂ ഇല്ലാതെ ഭഗവാനെ ദർശിക്കാം. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ് കേട്ടോ. അല്ല നമ്മൾ ഇപ്പോൾ അത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ 1000 രൂപയുടെ ഈ നെയ്വിളക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് പോലും വരില്ല. അതൊക്കെ നമ്മുടെ അനുഗ്രഹമാണ്, അന്നേ പറയാൻ പറ്റുള്ളൂ. സൗകര്യമായിട്ട് തൊഴുക.